ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബീഫ് ഹനീത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. മന്തിയും കബ്സയൊക്കെ പോലെ തന്നെ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു റൈസാണ് കേട്ടോ ഇത്. ഒരു യെമനി റെസിപ്പി ആയിട്ടുള്ള ഇതിന് വലിയ കുക്കിംഗ് ടൈമൊന്നും വേണ്ട. അപ്പം നമുക്കിനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള അരി ഇന്ന് ഞാൻ കുതിർക്കാനായിട്ട് വെക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ അതിനായിട്ട് എടുത്തിട്ടുള്ളത് മന്തിയുടെ റൈസാണ് കേട്ടോ. സാധാരണ ഇതിലേക്ക് വേണ്ടത് ബസ്മതി റൈസാണ്. പക്ഷെ എനിക്ക് ബസ്മതി റൈസിലേറെയും എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് എന്ന് പറയുന്നത് മന്തി റൈസാണ്. അതുകൊണ്ടാണ് കേട്ടോ ഞാനിവിടെ ഇതെടുത്തിട്ടുള്ളത്. അതൊരു 2 കപ്പോളം ഞാൻ എടുത്തിട്ടുണ്ട്. അതൊന്ന് നല്ല കഴുകിയിട്ട് നമുക്ക് സോക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു മസാലപ്പൊടി തയ്യാറാക്കിയെടുക്കണം. അതിനായിട്ട് ഒരു പാനിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ ചെറിയ ജീരകം, ഒരു 5-6 ഏലക്കായ, അത്ര തന്നെ ഗ്രാമ്പൂ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കുക. അതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം. അതിനുശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം അത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു മസാല മാത്രമാണ് കേട്ടോ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ആ മസാല നമ്മൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഈ ബീഫിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഈ ബീഫ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് 4-5 വിസിലൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ ബീഫ് റെഡി ആയിട്ടുണ്ട്. നല്ലതായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബീഫ് മാത്രം മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് ഈ സ്റ്റോക്ക് ഉണ്ടല്ലോ അത് അളന്നിട്ട് മാറ്റി വെക്കാം കേട്ടോ. ഇനി നമുക്ക് റൈസ് തയ്യാറാക്കി എടുക്കാം. അതിനായിട്ട് ഒരു പാൻ ചൂടാക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ചേർത്ത് കൊടുക്കാം. വേണമെങ്കിൽ ഈ ഒരു സമയത്ത് കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അതിലേക്ക് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള വലിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തതിന് ശേഷം അതിലേക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ യെല്ലോ, റെഡ്, ഗ്രീൻ കളറിലുള്ള ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഗ്രീൻ മാത്രമാണ് അവൈലബിൾ എന്നുണ്ടെങ്കിൽ അത് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള ഒരു തക്കാളി ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 4-5 വെളുത്തുള്ളി അതുപോലെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ വെജിറ്റബിളൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള സ്റ്റോക്ക് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് ഏകദേശം ഒരു 1.5 കപ്പോളം ഉണ്ടായിരുന്നു കേട്ടോ. അതിലേക്ക് ഞാനൊരു 2 കപ്പ് വെള്ളം കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ 3.5 കപ്പ് വെള്ളമാണ് ഞാനിപ്പോൾ ഇവിടെ ഇതിലായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. അതായത് നമ്മൾ എത്ര കപ്പ് അരിയാണോ എടുക്കുന്നത് അതിൻ്റെ ഇരട്ടി വെള്ളം എടുത്തിട്ട് അതിൽ നിന്നും ഒരു 1/2 കപ്പ് വെള്ളം കുറയ്ക്കുക. ഞാനിപ്പോൾ ഇവിടെ 2 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിലേക്ക് 3.5 ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് കുറച്ച് ലെമൺ ജ്യൂസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം ഒന്ന് തിളച്ച് തുടങ്ങുമ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള അരി ചേർത്ത് കൊടുക്കാം. അരി ചേർത്ത് കൊടുത്തതിന് ശേഷം ഉപ്പൊന്ന് കറക്റ്റ് നോക്കുക കേട്ടോ. എന്നിട്ട് ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ആ ഒരു സമയം കൊണ്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ബീഫ് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു പാനിലേക്ക് ഓയിലോ വെളിച്ചെണ്ണ എന്താണെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് 15 മിനിറ്റ് ഒക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ റൈസ് കറക്റ്റ് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഞാനിതിൻ്റെ ഇടയ്ക്കൊന്ന് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബീഫ് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ചേർത്ത് കൊടുക്കണമെന്നില്ല, നമ്മൾ നേരിട്ട് തന്നെ കഴിക്കാവുന്നതാണ്. പക്ഷെ എനിക്ക് ഈ ബീഫ് ഇതിലൊന്ന് മിക്സ് ചെയ്തിട്ട് ആ കുരുമുളകിൻ്റെ ഫ്ലേവറും കൂടെ നമ്മുടെ റൈസിലേക്ക് ചെന്നിട്ടുള്ള ആ ടേസ്റ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ബീഫ് ഹനീത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മുടെ മയോണൈസിൻ്റെയും സോസിൻ്റെ ഒക്കെ കൂടെ കഴിക്കാവുന്നതാണ്. വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എന്തായാലും എല്ലാവർക്കും ഇഷ്ടമാവും. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ മറ്റൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്